കണ്ടിട്ട് വളരെയധികം ഇഷ്ടപ്പെട്ടു, കോരിത്തരിപ്പ് തോന്നി എന്നല്ല ഞാൻ പറയുന്നത്. കണ്ടു കഴിയുമ്പോൾ നമുക്ക് അസൂയ തോന്നിപ്പോകുന്ന പോലത്തെ സിനിമകളില്ലേ, അയ്യോ ഇതുപോലത്തെ സിനിമകളൊക്കെ എന്താ മലയാളത്തിൽ ഉണ്ടാവാത്തത് എന്ന് നമുക്ക് കൊതി തോന്നിപ്പോകുന്ന സിനിമകൾ. അത്തരം സിനിമകൾ ഒരുപാട് സംഭവിച്ചിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയാണ് തമിഴ് ഫിലിം ഇൻഡസ്ട്രി. പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് അതിന് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ കുറേ കാലത്തെ സിനിമകൾ നമ്മൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിരാശയാണ്. എല്ലാ ദിവസവും വിഷു ആഘോഷിക്കുകയാണോ അവർ എന്ന് നമുക്ക് തോന്നിപ്പോകുന്ന പോലത്തെ സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. മലയാളവും വലിയ ഭേദമൊന്നും ആയിരുന്നില്ല, ഇടയ്ക്കൊക്കെ നല്ല സിനിമകൾ സംഭവിക്കുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമുണ്ട്. പക്ഷേ ഈ അടുത്തായിട്ട് തമിഴിൽ നിന്ന് വരുന്ന സിനിമകളൊക്കെ വളരെയധികം ഇഷ്ടം തോന്നുന്നു, നേരത്തെ പറഞ്ഞ കൊതിപ്പിക്കുന്ന സിനിമകളാണ്. ലാസ്റ്റ് അങ്ങനെ നമ്മൾ സംസാരിച്ചത് വാഴയെക്കുറിച്ചാണ്. ഇപ്പോൾ സംസാരിക്കാൻ പോകുന്നത് ലബർ പന്ത് എന്ന് പറയുന്ന സിനിമയെക്കുറിച്ചാണ്. ഈ ലബർ എന്ന് പറയുന്നത് നമ്മൾ ഡബർ പന്ത് എന്ന് പറയില്ലേ, അതിന് ലബർ പന്ത് എന്ന് പറയുന്നു, അത്രേ ഉള്ളൂ. അതിനൊരു പ്രാദേശികമായിട്ടുള്ളൊരു വ്യത്യാസം മാത്രം. അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഈ സിനിമയുണ്ടല്ലോ, ഈ എൻറ്റയർ സിനിമ ദിവിടെ ഉണ്ടായ സിനിമയാണ്. ദിവിടെ നിന്ന് നമുക്ക് കാണാൻ പറ്റുന്ന സിനിമയാണ്. ഇറ്റ്സ് എ ട്രൂ ബ്യൂട്ടി ഓഫ് തമിഴ് ഫിലിം. അതായത് തമിഴ് സിനിമയിൽ നിന്ന് വരുന്ന ചില സിനിമകൾ നമുക്ക് നമ്മുടെ മനസ്സിൽ വലിയ താരസങ്കല്പങ്ങളൊന്നും ഇല്ലാത്ത ആളുകൾ ചെയ്തിട്ടുള്ള സിനിമകൾ കുഞ്ഞ് ടോപ്പിക്കായിരിക്കും. പക്ഷേ അവരത് എടുത്തു വെക്കുമ്പോൾ അതിനോട് നമുക്ക് തോന്നുന്ന ഒരു ഇമോഷണൽ ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ട്. ആൻഡ് ആ പ്രദേശത്തോടും ആളുകളോടും ഒക്കെ വളരെ ഗംഭീരമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന, അവരുടെ പൊളിറ്റിക്സ് അടക്കം അവതരിപ്പിക്കുന്ന സിനിമ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരുപാട് സിനിമയിലെ മൊമെൻറ്റ്സും പിന്നെ നമ്മുടെ ലൈഫിലെ മനോഹരമായ മൊമെൻറ്റ്സും കൂടി ചേർത്ത് വെച്ച് നമ്മളിങ്ങനെ കൊണ്ടുപോകുന്ന ആ ഒരു ഫീല് തരുന്ന സിനിമകൾ. ഈ സിനിമ എനിക്ക് വളരെയേറെ പ്രിയപ്പെട്ടൊരു സിനിമയാണ്. എന്ന് വെച്ചാൽ ഞാൻ ഭയങ്കര സന്തോഷമായിട്ടിരുന്ന് കണ്ട സിനിമയാണ്. നോ ഗിമ്മിക്ക്, ഒരു ഗിമ്മിക്ക് പരിപാടികളും ഇല്ല, ക്രിക്കറ്റും ജീവിതവും മാത്രം. ഇതിനകത്ത് നായകനോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് ക്രിക്കറ്റാണോ വലുത് കാതലാണോ വലുതെന്ന്. നായികയോട് പറയുന്നത് കാതലാണ് വലുതെന്നാണ്. പക്ഷേ ഉത്തരം എന്താണെന്നുള്ളത് നമുക്കറിയാം. ഇറ്റ്സ് ടു ലവബിൾ എന്നാണ് ഈ സിനിമയെക്കുറിച്ച് പറയാനുള്ളത്. കുറേ ചിരിക്കാനൊക്കെയുള്ള, ഒരുപാട് ജീവിതത്തിലെ നല്ല മുഹൂർത്തങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന, പ്രഡിക്റ്റബിൾ ആണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെയായിരിക്കും, ഈ സാധനമൊക്കെ ഇവർ അവസാനത്തേക്ക് വെച്ചിരിക്കുകയാണ് എന്നൊക്കെയുള്ള ഫീലെല്ലാം നമുക്ക് കിട്ടും. ബട്ട് സ്റ്റിൽ ഇഷ്ടപ്പെട്ടു പോകും ഈ പടം. പെർഫോമൻസുകളെ കുറിച്ച് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. ഇതിലെ നായകനും നായികയും ഹരീഷ് കല്യാണും സഞ്ജന കൃഷ്ണമൂർത്തിയും, അവരുടെ ഒരു പ്രണയമാണ് സിനിമയുടെ തുടക്കം മുതൽ, അല്ലെങ്കിൽ ഇതിൽ പല കാര്യങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ അവരുടെ പ്രണയത്തിനാണ് ഒരു മെയിൻ ഫീലുള്ളത്. അതിനെ അങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോവുക, വളരെ രസമായിട്ട് അവതരിപ്പിക്കുക. ആൻഡ് അവർ ആ ക്യാരക്ടേഴ്സായിട്ട് നിൽക്കുക, നമുക്ക് അതിനോട് വല്ലാത്ത സ്നേഹം തോന്നുക എന്ന് പറയില്ലേ, അങ്ങനെ അത്രയും ക്യൂട്ടായിട്ട് നല്ല രസമായിട്ട് അവരിത് ചെയ്തു വെച്ചിട്ടുണ്ട്. ഞാൻ ക്യൂട്ടെന്ന് പറയുമ്പോൾ ക്രിഞ്ച് ക്യൂട്ടല്ല ഉദ്ദേശിച്ചത്, നമ്മുടെ മനസ്സ് നിറയ്ക്കുന്ന ഒരു ക്യൂട്ട്നെസ് ഇല്ലേ, അങ്ങനെയാണ് ആ സിനിമ മുന്നോട്ട് പോകുന്നത്. ആൻഡ് നായകനോട് സംസാരിക്കുന്നതിൽ വരുന്ന കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് കുടുംബമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട്, അതൊക്കെ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ആൻഡ് ഈ സിനിമയിലെ എൻ്റെ ഇഷ്ടം മുഴുവൻ വാരി എടുത്തുകൊണ്ട് പോയ രണ്ടാൾക്കാരെന്ന് പറയുന്നത് ഇതിലെ മറ്റ് രണ്ട് കേന്ദ്ര കഥാപാത്രങ്ങളാണ്. അതിലൊരാൾ മലയാളിയാണ്, സ്വാസിക. ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഗംഭീരം എന്ന് പറഞ്ഞാൽ അതിഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ സിനിമ കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന ഓരോ തമിഴ് പ്രേക്ഷകനും സ്വാസിക നിങ്ങളുടെ ആരാധകനാവും. ആൻഡ് മലയാളം പ്രേക്ഷകർ നിങ്ങളെ കൂടുതൽ ഇഷ്ടപ്പെടും. എനിക്ക് തോന്നിയിട്ടുണ്ട് മലയാളത്തിൽ പലപ്പോഴും സ്വാസികയ്ക്ക് കിട്ടുന്ന ക്യാരക്ടേഴ്സിന് ഒരു പ്രത്യേക ട്രെയ്റ്റ്, അത് എന്താണ് അങ്ങനെ കരുതുന്നത് അറിയില്ല. തമിഴ് സിനിമ ഈ സിനിമയിൽ അവർക്ക് കൊടുത്തിട്ടുള്ള കഥാപാത്രത്തിൽ നിന്ന് വ്യക്തമാണ് അവർക്ക് എന്ത് റെസ്പെക്റ്റ് കൊടുക്കുന്നുണ്ടെന്ന്. ആൻഡ് അതിനോട് 100% നീതി പുലർത്തിക്കൊണ്ട് വളരെയധികം ഇഷ്ടവും ബഹുമാനവും കൊതിയൊക്കെ തോന്നുന്നൊരു ക്യാരക്ടറായിരുന്നു അത്. ഗംഭീരമായിട്ട് സ്വാസിക ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇതിൽ സ്വാസികയും അവരുടെ അമ്മായിമ്മയുടെ ക്യാരക്ടർ എല്ലാവരും അടിപൊളിയാട്ടോ, ഒരാളെ പോലും മോശം പറയാനല്ല, ചിരിപ്പിക്കാനും ചിന്തിപ്പിക്കാനും ഒക്കെ ആയിട്ട്. ഇതിൽ വഴക്കുണ്ടാകുന്ന നായകൻ്റെ അളിയനും അതുപോലെ തന്നെ നായകൻ്റെ രണ്ട് നായകന്മാരാണല്ലോ, അപ്പോൾ ഒരു നായകൻ്റെ അളിയനുണ്ട്, മറ്റേയാളുടെ കൂട്ടുകാരനുണ്ട്. ഇവർ തമ്മിലുള്ള കോൺവെർസേഷൻസ് ഒക്കെ ആയിട്ട് എല്ലാവരും പൊളിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ എൻ്റെ ഹൃദയം കവർന്ന രണ്ടുപേരെ കുറിച്ചാണ് പറയുന്നത്. സ്വാസിക ഓഫ് കോഴ്സ് ഗംഭീരമായിട്ട് ചെയ്തു. അവരും അവരുടെ അമ്മായിമ്മയും തമ്മിലുള്ള കോൺവെർസേഷനൊക്കെ ഉണ്ട്. അയ്യോ അത് എന്ത് സാധനമാണത് എന്നൊക്കെ തോന്നിപ്പോകുന്ന പോലെ അത്രയും രസമായിട്ട് അത് എഴുതി വെച്ചിട്ടുണ്ട്, അതുപോലെ പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ ആട്ടക്കത്തി ദിനേഷ്. ഞാൻ കഴിഞ്ഞ ദിവസം ഉർവശി അഭിനയിച്ച ജയബേബി എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഉർവശിയുടെ മക്കളിൽ ഒരാളായിട്ട് അഭിനയിക്കുന്നത് പുള്ളിയാണ്. ഈ മനുഷ്യനുണ്ടല്ലോ ലിറ്ററലി പച്ചവെള്ളം എന്ന് പറയുന്ന പോലെയാണ്, എവിടെ കൊണ്ടിടുന്നോ ആ ക്യാരക്ടർ ആവും അങ്ങേര്. ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറയാം. കുക്കു എന്ന് പറഞ്ഞിട്ടൊരു തമിഴ് സിനിമയുണ്ട്, ഇദ്ദേഹം നായകനായിട്ട് അഭിനയിച്ചിട്ടുള്ള സിനിമയാണ്. അത് കണ്ട് കഴിഞ്ഞിട്ട് ആ പുള്ളിക്ക് കണ്ണ് കാണില്ല എന്നുള്ളത് അയാളുടെ അഭിനയമായിരുന്നു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ നമ്മൾ തലയും കുത്തി കിടക്കണം. ആ റേഞ്ചിൽ പെർഫോം ചെയ്യുന്നൊരു ആർട്ടിസ്റ്റാണ്, ഗംഭീര ആർട്ടിസ്റ്റാണ്. ആൻഡ്
അയാളെ ആ അഭിനയത്തിൻ്റെ എല്ലാ സാധനങ്ങൾ എടുക്കുകയും അതിൻ്റെ കൂടെ ഒരു മാസ് എലമെൻറ്റ് കൂടി കൊടുക്കുക എന്ന് പറയില്ലേ. ഇപ്പോൾ ഗോട്ട് സിനിമയിൽ വിജയകാന്തിന് ട്രിബ്യൂട്ട് എന്നൊക്കെ പറഞ്ഞ് ചെയ്തു വെച്ചിരിക്കുന്നത് എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. വിജയകാന്തിനോടും നമുക്ക് ഒരു അട്രാക്ഷൻ ഫീൽ ചെയ്യുന്നത് പോലെ, അതായത് പുള്ളിയുടെ മുൻ സിനിമകളോ പാട്ടുകളോ ഒക്കെ കണ്ടിട്ടുണ്ടാവുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അതിലേക്ക് നമ്മളെ കൊണ്ടുപോകുക, അല്ലെങ്കിൽ വിജയകാന്ത് ഇത്രയും വലിയൊരു വികാരമായിരുന്നോ എന്നൊരു തോന്നൽ നമ്മൾ വീണ്ടും ഒന്നുകൂടി ഓർമ്മിപ്പിക്കുക എന്ന് പറയുന്നൊരു കാര്യമില്ലേ. അത് ഗോട്ടിലൊന്നും സക്സസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ഈ സിനിമയിൽ വിജയകാന്ത് എന്ന് പറയുന്നത് അയാളുടെ എന്തായിരുന്നു എന്നുള്ളത് നമുക്ക് ഫീൽ ചെയ്യും. ആൻഡ് വിജയകാന്തിൻ്റെ ആ പാട്ടും ഇങ്ങേരുടെ പെർഫോമൻസും മീശയൊക്കെ പിരിച്ച അണ്ണൻ്റെ ഒരു വരവുണ്ട് മോനെ, അതായത് കൈയടിപ്പിക്കുന്ന രീതിയിൽ. കണ്ടത്തിലെ ക്രിക്കറ്റാണ് നമ്മൾ കാണുന്നത്, അതിൻ്റെ ടൂർണമെൻറ്റാണ് കാണുന്നത്. പക്ഷേ അവിടുന്ന് അറഞ്ചും പുറഞ്ചും ബാറ്റ് ചെയ്യുന്ന ഒരാൾ മീശയും പിരിച്ച് വരുന്ന കാണുമ്പോൾ നമുക്ക് തോന്നുന്നൊരു ഫീലില്ലേ, ഒരു സ്പോർട്സ് പേഴ്സൺ അയാൾ പുലിയായിട്ട് നിന്ന് പെർഫോം ചെയ്തിട്ട് ആ ഗത്തിൽ വരുന്ന, അയാളുടെ ക്യാരക്ടറിൻ്റെ പേരും ഗത്തെന്നാണ്. അത് അടിപൊളിയാണ് മാൻ, ഒരു രക്ഷയില്ല. പിന്നെ പറയേണ്ടത് പ്രണയമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ മെയിൻ നായകനും നായികയും യങ് ആയിട്ടുള്ള കപ്പിൾ, അവരുടെ പ്രണയം വളരെ രസമൊക്കെ ആയിരുന്നു. പക്ഷേ ഈ ഭാര്യ ഭർത്താക്കന്മാരായിട്ടുള്ള ആട്ടക്കത്തി ദിനേഷും സ്വാസികയും തമ്മിലുള്ള അവരുടെ ഉള്ളിൽ കാലങ്ങളോളം, അതായത് 10-22 വർഷമായി നിലനിൽക്കുന്ന ഒരു പ്രേമത്തിനെ നമ്മൾ കാണുന്നുണ്ട്. സിനിമ തുടങ്ങുന്ന സമയത്ത് ഞാൻ ആലോചിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഈ ക്രിക്കറ്റ് കേന്ദ്ര സംഭവമായിട്ട് വരുന്ന തമിഴ് സിനിമകളിൽ മക്കൾ അല്ലെങ്കിൽ ഭർത്താക്കന്മാർ ക്രിക്കറ്റിനോട് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ളവരും, പക്ഷേ ഭാര്യയാണെങ്കിലും വീട്ടുകാരാണെങ്കിലും അതിന് താല്പര്യമില്ല, ഇവരോട് ഭയങ്കര മോശമായിട്ട് പെരുമാറുന്നു, ഈ രീതിയിലൊക്കെയാണ് നമ്മൾ കാണുക. എന്നിട്ട് അവസാനം ഇതേ കുടുംബക്കാർ അല്ലെങ്കിൽ ഭാര്യ പറയുന്നു അവർ തമ്മിലുള്ള സ്നേഹമാണ് വലുതെന്ന് പറയുന്നു. നിങ്ങൾക്ക് ഒരാളോട് അത്രയും സ്നേഹമാണെങ്കിൽ അയാൾ ജീവിതത്തിൽ അത്ര ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു കാര്യത്തിനെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ എതിർക്കുന്നതെന്ന് പറയുന്നൊരു ചോദ്യം ഉണ്ടല്ലോ. ഞാനും അങ്ങനെ ആലോചിക്കുകയാണ്. എന്നിട്ട് ഇവർ തമ്മിൽ വലിയ പ്രേമമെന്ന് പറഞ്ഞു, പിന്നെ ഇതെന്ത് പരിപാടിയാണെന്നൊക്കെ സിനിമയുടെ തുടക്കത്തിൽ തോന്നി. പക്ഷേ പിന്നെയാണ് മനസ്സിലാകുന്നത്, ആ ഡിഫറൻസുകളെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് നുണകളെയും സത്യങ്ങളെയും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ബാലൻസ് ചെയ്തുകൊണ്ട് അവർ കൊണ്ടുപോകുന്ന ആ ലൈഫ് ഉണ്ടല്ലോ, അതിന് അതിൻ്റെ ആയിട്ടുള്ളൊരു രസമുണ്ട് എന്നുള്ളത്. എൻ്റെയും കുറേ ചിന്തകളിലേക്ക് വരെ അവരുടെ റിലേഷൻഷിപ്പും അതിൻ്റെ കോൺവെർസേഷൻസൊക്കെ കയറി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര പരിപാടിയാണത്. പിന്നെ ക്രിക്കറ്റ് മാൻ, ഇങ്ങനത്തെ ഒരു സ്പോർട്സ് സിനിമ വരുന്ന സമയത്ത് നമുക്കറിയാം ഇതിൽ ഒരു ക്രിക്കറ്റ് മാച്ച് ഉണ്ടാവും. മിക്കവാറും ക്ലൈമാക്സ് ക്രിക്കറ്റ് മാച്ചുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തന്നെ ആയിരിക്കും. അവസാന ബോൾ വരെ പിടിച്ച് നിൽക്കുന്ന അങ്ങനത്തെ ത്രില്ലിംഗ് പരിപാടികളൊക്കെ ഉണ്ടാവുന്നുള്ളത്. പക്ഷേ പല സിനിമകളിലും സംഭവിക്കുന്നത് ആദ്യത്തെ 1-2 മാച്ചുകളിൽ തന്നെ ഇവരുടെ സ്റ്റാർ പ്ലെയേഴ്സ് ആരൊക്കെയാണ്, എന്തൊക്കെയാണ് അവിടെ സംഭവിക്കുക എന്നൊക്കെയുള്ള നമുക്കൊരു ധാരണ കിട്ടും. പക്ഷേ ഈ സിനിമയിൽ ഓരോ മാച്ചിലും അവർക്ക് ഓരോ ലഡു പൊട്ടിക്കാനുണ്ട്. പ്രത്യേകിച്ച് ഇതിനകത്തെ ഒരു മെയിൻ മത്സരം, ഒരു ടൂർണമെൻറ്റ് തുടങ്ങുന്ന ഫസ്റ്റ് മാച്ച് അടിപൊളിയായിരുന്നു. അതായത് പല സീനുകളൊക്കെ ഇങ്ങനെ ഒരുങ്ങി വരുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതൊക്കെയാണ് അവർ ചെയ്യാൻ പോകുന്നതെന്നുള്ളത്. പക്ഷേ അതവർ എക്സിക്യൂട്ട് ചെയ്ത് വരുമ്പോൾ ഉണ്ടല്ലോ അടിപൊളിയാണ്. പ്രത്യേകിച്ച് അവസാനത്തെ മാച്ചും ഈ അവസാന ബോൾ വരെ നീണ്ടു നിൽക്കുന്ന കാര്യങ്ങളും ഒക്കെ, ഈ പറയുന്ന ത്രില്ലും കാര്യങ്ങളൊക്കെ നമ്മളിൽ നിലനിർത്തിക്കൊണ്ട് പോരാൻ ആ ഓരോ മാച്ചിനും പറ്റുന്നുണ്ട്. ആൻഡ് ഈ റബ്ബർ ബോൾ, ഇതിൽ ക്രിക്കറ്റിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വേറെ ഗിമ്മിക്ക് പരിപാടികളൊക്കെ കാണിച്ച് കാലഘട്ടത്തിനെ അടയാളപ്പെടുത്തുന്നതിന് പകരം റബ്ബർ പന്തിന് 15 രൂപ വിലയുള്ള സമയത്ത് നടക്കുന്ന കഥയും റബ്ബർ പന്തിന് 35 രൂപ വിലയുള്ളപ്പോൾ നടക്കുന്ന കഥയും എന്നുള്ള രീതിയിലാണ് അവർ അവതരിപ്പിച്ചിരിക്കുന്നത്. വേറെ ഒരു എലമെൻറ്റ് കൊണ്ട് അവർ കാലഘട്ടത്തിന് മാർക്ക് ചെയ്യാൻ ശ്രമിക്കുന്നില്ല എന്ന് എനിക്ക് തോന്നി. ഓഫ് കോഴ്സ് ഉണ്ട്, വേഷവും മറ്റു കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. പക്ഷേ ക്രിക്കറ്റിനാണ് അവിടെ ഇമ്പോർട്ടൻസ്. ക്രിക്കറ്റിനോടുള്ള അടങ്ങാത്ത ആവേശമുള്ള ക്യാരക്ടേഴ്സ്, അവരുടെ കോൺവെർസേഷൻ, അവർ വീടിന് പെയിൻ്റടിക്കുന്നതിലൊക്കെ ആ കൊതിയുണ്ട്. ഒരു സ്പോർട്സിനോടുള്ളൊരു കൊതിയില്ല. ഞാൻ പറയുന്നത് ക്രിക്കറ്റിനോടൊന്നും മാത്രമല്ല, നിങ്ങൾ ഏതെങ്കിലും ഒരു സ്പോർട്സ് ഐറ്റത്തിനെ അത്രയധികം ഇഷ്ടപ്പെടുന്ന അങ്ങനത്തെ ഒരാളാണെന്നുണ്ടെങ്കിൽ ഇത് മിസ് ചെയ്യരുത്. പിന്നെ പറയേണ്ടത് ഈ സിനിമയിലെ പൊളിറ്റിക്സാണ്. ജാതീയത ഒരു വിഷയമായിട്ട് വരുന്നുണ്ട്. പക്ഷേ ചില ആളുകൾക്ക് ഇപ്പോഴും ഈ സിനിമയിൽ ജാതിയെക്കുറിച്ച് സംസാരിച്ചു എന്നുള്ളത് തുറന്നു പറയുന്നത് എന്തോ കുഴപ്പം പോലെ. കഴിഞ്ഞ ദിവസം ARMനെ കുറിച്ച് സംസാരിച്ചപ്പോൾ അതിനകത്ത് ജാതി പൊളിറ്റിക്സിനെ കുറിച്ച് പറഞ്ഞപ്പോൾ കുറേ ആൾക്കാർ ഇവിടെയും ജാതി പറഞ്ഞു എന്ന്. ആ സിനിമയുടെ കോർ ഐഡിയ ഇരിക്കുന്നത് ആ പൊളിറ്റിക്സിലാണ്. അത് മനസ്സിലാക്കാത്ത കിഴങ്ങന്മാരോട് എന്ത് പറയാനാണ്? ഈ സിനിമയിലും അതുണ്ട്. പക്ഷേ ഇപ്പോൾ ARMൻ്റെ കാര്യം പറയുമ്പോഴും ഈ സിനിമയുടെ കാര്യം പറയുമ്പോഴും ഇവർക്ക് ആ സമയത്ത് ഒരു ലൈഫ് നമ്മളെ കാണിച്ചു തന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനിടയിലുള്ള ചില ഡിഫറൻസുകൾ ഇന്ന കാര്യം കൊണ്ടാണ് എന്ന് കാണിച്ചുകൊണ്ടാണ് ആ പൊളിറ്റിക്സ് അവർ പറഞ്ഞു പോകുന്നത്. പൊളിറ്റിക്സിന് വേണ്ടി ഒരു സീൻ അല്ലെങ്കിൽ ആ പൊളിറ്റിക്സ് ഇങ്ങനെ ലൗഡായി എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതല്ല. ഇതിനകത്ത് കൃത്യമായി അവർ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നുണ്ട് അവരെന്താണ് ഉദ്ദേശിക്കുന്നതെന്ന്. അത് വളരെ വ്യക്തമായിട്ടും വളരെ മനോഹരമായിട്ടും ഗംഭീരമായിട്ടും അവർക്ക് അവതരിപ്പിക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ പറയേണ്ടത് മ്യൂസിക്കാണ്. വീഡിയോ ഒരുപാട് നേരമായോ? എന്നോടൊന്നും തോന്നരുത്, നിങ്ങൾ സിനിമ പോയി കണ്ടാൽ മാത്രം മതി. അത് കഴിഞ്ഞ് വന്നിട്ട് എൻ്റെ ഈ രോമാഞ്ചകജിതമായ ഒരു ഫീലിൽ നിൽക്കുന്ന എക്സൈറ്റ്മെൻറ്റിൻ്റെ പുറത്ത് ഞാൻ പറയുന്നതാണ്. മ്യൂസിക് ഷോൺ റോൾഡൻ ആണോ അത് വായിക്കേണ്ടതെന്ന് അറിയില്ല, SCAN റോൾഡൻ.
ഗംഭീര മ്യൂസിക്കാണ്. സർ നിങ്ങൾ വേറെ ലെവൽ എന്നൊക്കെ പറയാൻ തോന്നുന്ന പോലെ. കാര്യം ആ പ്രദേശം, കാലഘട്ടം ഇതിനോടൊക്കെ നീതി പുലർത്തിക്കൊണ്ട് ഇതിനകത്ത് വരുന്ന പാട്ടുകളുണ്ട്. പഴയ സിനിമയിലെ പാട്ടുകൾ കാണിക്കുന്നുണ്ട്, പിന്നെ ഇവരുടെയൊക്കെ ഇമോഷണൽ മൊമെൻറ്റ്സിലൂടെ പോകുമ്പോഴുള്ള പാട്ടുകളുണ്ട്. ആ പാട്ടുകൾക്ക് പോലും ഈ ടെക്സ്ചറുണ്ട്. അതായത് കാലഘട്ടത്തിന് ബ്ലെൻഡ് ചെയ്യുക, ഇവരുടെ കൾച്ചറലായിട്ടുള്ള ഒരു ബാക്ക് ഡ്രോപ്പ് ഉണ്ടല്ലോ, അതിനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഈ മ്യൂസിക് സെറ്റ് ചെയ്യുക. പിന്നെ ക്രിക്കറ്റ് മാച്ചൊക്കെ ആണെങ്കിലും അവസാന നിമിഷം വരെ ആ ചാർജ് നിലനിർത്തുക എന്ന് പറയുന്നത് മ്യൂസിക് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് പാട്ടുകളും വളരെയധികം ഇഷ്ടപ്പെട്ടു. പിന്നെ പറയേണ്ടത് വിഷ്വലാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നാട്ടുമ്പുറത്തെ റബ്ബർ പന്ത് വെച്ചിട്ടുള്ള ക്രിക്കറ്റ് കളിയും പിന്നെ അല്ലാത്തൊരു സ്റ്റേജിലേക്ക് സിനിമ പോകുന്നുണ്ട്. പക്ഷെ അപ്പോൾ പോലും നമ്മൾ കാണുന്നത് നമ്മുടെ കണ്ടത്തിലൊക്കെ അല്ലെങ്കിൽ മൈതാനം ഇങ്ങനെ ഒരുക്കിയെടുത്തിട്ട് നടത്തുന്ന ക്രിക്കറ്റ് ടൂർണമെൻറ്റുകളാണ്, ചെറിയ ചെറിയ പരിപാടികളാണ്. പക്ഷെ അതിനെ ഒരു IPL മാച്ച് കാണുന്ന ലെവലിൽ ത്രില്ലടിപ്പിച്ച് നമ്മളെ കൊണ്ടുപോകാന്ന് പറയില്ലേ, അതിൽ വിഷ്വലിന് വലിയൊരു പങ്കുണ്ട്. എന്ന് വെച്ചാൽ ഒരു വലിയ പുരുഷാരത്തിനെ ഒന്നും കാണിച്ചു തരാനില്ല, അല്ലെങ്കിൽ ഒരു 10 ആൾ കൂടുന്ന ഫൈറ്റോ പരിപാടികളോ ഒന്നുമില്ല. പക്ഷേ മാസമായിട്ട് കാണുക, ആ മത്സരത്തിൻ്റെ ത്രില്ല് നമ്മളിലേക്ക് എത്തിക്കുക, ഇമോഷൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, വിഷ്വല്. അത് സ്ക്രിപ്റ്റിൻ്റെ ഒരു പ്ലാനിങ് മികവായിട്ട് എനിക്ക് തോന്നിയ ചില സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വിഷ്വൽ അടിപൊളിയായിരുന്നു. ആൻഡ് സംവിധായകൻ തമിഴരസൻ പച്ചമുത്ത്, അദ്ദേഹം തന്നെയാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത്. സ്ക്രിപ്റ്റ് എഴുതിയ ആൾ തന്നെ സംവിധാനം ചെയ്യുന്നതിൻ്റെ എല്ലാ മെച്ചവും ഈ സിനിമയിൽ കാണാനുണ്ടായിരുന്നു. ആൻഡ് ഇത് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സംവിധാന സംരംഭമാണെന്ന് തോന്നുന്നു. പുള്ളി സ്ക്രിപ്റ്റ് ചെയ്തിട്ടുള്ള വേറെയും സിനിമകളുണ്ട്, അടിപൊളിയായിട്ട് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ആകെ മൊത്തത്തിൽ നല്ലോണം ചിരിച്ച് ഉല്ലസിച്ച് കണ്ടിരിക്കാവുന്ന രസകരമായ കുറേ മൊമെൻറ്റ്സ് ഉള്ള ഒരു സിനിമ. വളരെയധികം റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടേഴ്സ്, സംഭവങ്ങൾ, ഇമോഷണലി നമുക്ക് ഫീൽ ചെയ്യുന്നൊരു കണക്ഷൻ. ആൻഡ് ക്രിക്കറ്റ് എന്ന് പറയുന്ന സ്പോർട്സിനോടുള്ള സ്നേഹം, അതിൽ നിന്ന് നമുക്ക് തരുന്ന ഹൈ, എല്ലാം കൊണ്ടും ദിസ് ഇസ് എ വണ്ടർഫുൾ തിയേറ്റർ എക്സ്പീരിയൻസ്. ഞാൻ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് കണക്ട് ചെയ്യും, ഇഷ്ടപ്പെടും എന്നാണെങ്കിൽ ഉറപ്പായിട്ട് പോയി ടിക്കറ്റ് എടുക്കുക. കാര്യം ഞാൻ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങൾക്കും കൃത്യമായ തുല്യമായ ഇമ്പോർട്ടൻസ് കൊടുത്ത് ഒരു തമിഴ് സിനിമ കാണുമ്പോൾ നമുക്ക് ഉള്ളിലുണ്ടാവേണ്ട ഒരു ജോയ് എന്ന് പറയില്ലേ, അത് തന്നൊരു സിനിമയാണ്. ഐ റിയലി എൻജോയ്ഡ് ഇറ്റ്. ആൻഡ് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന തമിഴ്നാട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് എനിക്ക് പറയാനുള്ളത്, പോയി കണ്ട് ഈ സിനിമയൊക്കെ വിജയിപ്പിക്കും കേട്ടോ. മലയാളത്തിലാണെങ്കിലും തമിഴിലാണെങ്കിലും സംഭവിക്കുന്നൊരു കാര്യം, ചില സിനിമകൾ കണ്ട് നമ്മളിതുപോലെ രോമാഞ്ചം വന്നിരുന്ന് പറയും, കാണണം എന്നൊക്കെ പറയും. പക്ഷെ ആരും ഈ വീഡിയോയും കാണൂല, ആ സിനിമയും കാണൂല. അവസാനം OTT വരുമ്പോൾ അയ്യോ ഇത്രയും നല്ല സിനിമയൊന്നും വന്നിട്ട് നമ്മൾ അറിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞ് അന്നേരം കൈയടിക്കാൻ നിൽക്കും. അപ്പോഴല്ല കൈയടിക്കേണ്ടത്, ഇപ്പം കൈയടിച്ച് ഇപ്പം വിജയിപ്പിച്ച് വിടണം. ആൻഡ് തമിഴരസൻ പച്ചമുത്തു, நான் உங்களோட നെക്സ്റ്റ് പടത്തുക്കാக വെയിറ്റ് பண்ணிட்டு இருக்கேன். ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.